ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 പുതുവർഷത്തിലാണെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഭംഗിക്കും വൃത്തിക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന അഭിമാനബോധവും ആത്മാർത്ഥതയും ഒപ്പം സഹായ മനസ്ഥിതിയുമുള്ളവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാരിൽ മറ്റുള്ളവരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിവുള്ളവരാണെങ്കിലും ചില കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധിയും നിർബന്ധ ശീലവും ഉള്ളവരായതുകൊണ്ട് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് പല സന്ദർഭങ്ങളിലും മനോവിഷമതകളെയും ബുദ്ധിമുട്ടുകളെയും നേരിടേണ്ടതായിട്ട് വരാറുണ്ട് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക്. എന്നാലോ എപ്പോഴും കഠിനാധ്വാനം ചെയ്യുവാൻ തയ്യാറുള്ളവരായിട്ടുള്ള ഈ നക്ഷത്രക്കാർ ആരെയും ആശ്രയിക്കാതെ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ നല്ല ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായി ചിന്തിച്ചുകൊണ്ട് പരിശ്രമിക്കുന്നവരാണ്. എന്നാലോ പല സന്ദർഭങ്ങളിലും അവനവൻ്റേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെയെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് തനിക്ക് വേണ്ടപ്പെട്ടവരുടേതായിട്ടുള്ള വിഷമതകളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള ആശ്വാസവും ആത്മധൈര്യവും സഹായവും ചെയ്തു കൊടുക്കുന്നവരാണ്. പ്രത്യേകിച്ച് സഹായ മനസ്ഥിതി കൂടുതലുള്ളവരായതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ആത്മാർത്ഥത കൂടുതലുള്ളവരായതുകൊണ്ട് ചില സമയങ്ങളിൽ വരും വരായകൾ നോക്കാതെ തന്നെ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു ചെറിയ വിഷമം ഇവരുടെ മനസ്സിൽ തോന്നിയാൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സമാധാനം കുറഞ്ഞവരായിട്ടും വിഷമിക്കുന്നവരായിട്ടും കാണാറുണ്ട് ഈ കാർത്തിക നക്ഷത്രക്കാരെ. എന്നാലോ കുടുംബ ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിലും ചില കാര്യങ്ങളിൽ നിർബന്ധശീലമുള്ളവരായതുകൊണ്ട് കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങളും മനോവിഷമതകളും വരാതെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. പൊതുവേ ഈ കാർത്തിക നക്ഷത്രക്കാർ സൂര്യദേവനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ വിശേഷിച്ച് വഴിപാടുകൾ ചെയ്യുന്നതും ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. മേടം രാശിയിൽ 15 നാഴികയും ഇടവം രാശിയിലാണെങ്കിൽ 45 നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. മേടം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ പുതുവർഷത്തിൽ 7 ശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതി വരെ ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴത്തിനും ശത്രുക്ഷേത്രസ്ഥിതി വരുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം ഈ മേടം രാശിയിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർ. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും ശ്രദ്ധയും ജാഗ്രതയും വേണം. തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം കർമ്മ മേഖലയെ ബാധിക്കാതെ നോക്കണം. അതുകൊണ്ട് പുതിയ പദ്ധതികൾ ഈ സമയങ്ങളിൽ ആരംഭിക്കുമ്പോൾ നല്ലവണ്ണം ആലോചിച്ച് തീരുമാനം എടുക്കണം. കൂടാതെ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ശ്രദ്ധയും ദീർഘവീക്ഷണവും കരുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസം 2-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ. എന്നാൽ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിൽ വരുന്നതും പിന്നീട് 5-ാം ഭാവത്തിലും 4-ാം ഭാവത്തിലുമായിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട്
വിശേഷിച്ച് ഈ ഒരു സമയങ്ങളിൽ ലാഭസ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങളെ പഠിക്കുവാനും ആശയവിനിമയം നടത്തുന്നതിനും വളരെ നല്ല സമയമാണ്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നുണ്ട്. ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ കൂടുതൽ മെച്ചപ്പെടുവാനും മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതം മൊത്തത്തിൽ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്ന ഒരു സമയമാണ് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. ജോലി സംബന്ധമായിട്ടും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും നല്ലൊരു സമയമാണ്. പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് നല്ല മാറ്റങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. നിലവിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഉയർന്ന രീതിയിലുള്ളതായ പദവികളോ ശമ്പള വർധനവിനോ സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടും വളരെ നല്ലൊരു സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പുതിയ വിഷയങ്ങളിൽ നല്ല മികവ് പുലർത്തുവാനും കഴിയുന്നൊരു സമയമാണ്. മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക് വിജയസാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഏത് മേഖലകളിലാണോ വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും സാധ്യത കാണുന്നുണ്ട്. പൊതുവേ മേടം രാശിയിൽ ജനിച്ചതായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ 2026 പുതുവർഷത്തിലെ ഗുണദോഷ സമ്മിശ്ര ഫലം കാണാമെങ്കിലും ഈശ്വര പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ 2026 പുതുവർഷത്തിൽ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. വർഷാരംഭത്തിൽ സർവേശ്വരകാരകനും ലാഭാധിപനുമായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ 2-ാം ഭാവത്തിലും പിന്നീട് ജൂൺ മാസം 2-ാം തീയതി മുതൽ ഉച്ചബലത്തോടു കൂടിയിട്ട് 3-ാം ഭാവത്തിലും പിന്നീട് 4-ാം ഭാവത്തിലും 3-ാം ഭാവത്തിലുമായിട്ട് സഞ്ചരിക്കുന്നതും കർമ്മസ്ഥാനമായിട്ടുള്ള 10-ാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ അനുകൂല സ്ഥിതിയും ഭാഗ്യാധിപനും കർമാധിപനുമായിരിക്കുന്ന ശനീശ്വരന് അഭിഷ്ടസ്ഥാനമായിട്ടുള്ള 11-ാം ഭാവത്തിൽ സ്ഥിതി വരുന്നതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയ്ക്കൊപ്പം കഠിനാധ്വാനവും ശ്രദ്ധയുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 2026 പുതുവർഷത്തിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലാണെങ്കിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. കുടുംബജീവിതത്തിൽ സന്തോഷവും പരസ്പരം ആത്മബന്ധം ഉണ്ടാവുകയും നിലനിൽക്കുന്നതായ വിഷമതകൾക്കെല്ലാം ആശ്വാസം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും കൂടുതൽ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയസാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. 4-ാം ഭാവത്തിൽ കേതുവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ദീർഘവീക്ഷണവും നല്ലതാണ്. അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ച ഈ കാർത്തിക നക്ഷത്രക്കാർ ഈ ഒരു സമയങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാന് പാൽപ്പായസവും ഭാഗ്യസൂക്തം അർച്ചനയും വിഷ്ണു സഹസ്രനാമ ജപവും നല്ലതാണ്. ശിവക്ഷേത്രത്തിലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പാലഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ്.